two equal forces F have a resultant of two equal forces F have a resultant of 1.5 F 1.5 F 1.5 F. Find the angle between the force. Find the angle between the force. Find the angle between the force. Okay. And the question is two equal force F have a resultant of 1.5 F. Find the angle between the force. Angle കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താ? R equal to root of P square plus Q square plus 2PQ cos theta. ഇതാണ് നമ്മുടെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? രണ്ട് ഫോഴ്സും ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്. ടു ഫോഴ്സസ് എഫ് തന്നെയാണെന്നാ പറഞ്ഞേക്കുന്നത് രണ്ടും. രണ്ട് ഫോഴ്സും എഫ് തന്നെയാന്നാ പറഞ്ഞേക്കുന്നത്. റിസൾട്ടന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 എഫ് ഈക്വൽ ടു രണ്ട് ഫോഴ്സും ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എഫ് സ്ക്വയർ പ്ലസ് 2FF കോസ് തീറ്റ. വേറെ ഒന്നും നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് എഴുതി. റിസൾട്ടന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5 എഫ് എന്നാ തന്നേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്ന രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. എഫ് രണ്ട് ഇപ്പൊ ഒരു ഫോഴ്സ് എഫ് ആണെങ്കിൽ അടുത്തതും എഫ് ആണെന്ന് തന്നെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മുടെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇനി ഇതിൽ നിന്ന് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കിക്കേ. 1.5 എഫ് ഈക്വൽ ടു എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ 2F സ്ക്വയർ പ്ലസ് F into F square 2F square cos theta. 1.5 F equal to കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക 2F square 1 plus cos theta. ഇനി നമുക്ക് ഈ റൂട്ട് കളയണമെങ്കിൽ എന്ത് ചെയ്യാം? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണം. 1.5 F square equal to 2F square plus 2F square into 1 plus cos theta. 1.5 F ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2.25 F square equal to 2F square 1 plus cos theta. 2.25 F square divided by 2F square equal to 1 plus cos theta. F square പോയി 2.25 by 2 എന്ന് പറയുമ്പോൾ 1.125 equal to 1 plus cos theta. 1.125 minus 1 cos theta. Theta equal to cos inverse 0.125. तो नॉर्क മനസ്സിലായ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ടു ഈക്വൽ ഫോഴ്സസ് ഏതാണ്? ആ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ട. ടു ഈക്വൽ ഫോഴ്സസ് എഫ് have a resultant of 1.5 F. Find the angle between. Find the angle. Okay. ഇനി നോക്കിക്കേ എന്താ തന്നേക്കുന്നത്?
റിസൾട്ടന്റ് മാത്രം തന്നിട്ടുണ്ട്, പിന്നെ രണ്ട് ഫോഴ്സസ് ഈക്വൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റിസൾട്ടന്റിന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. നമുക്കുള്ള രണ്ട് ഫോഴ്സും ഒരു ഫോഴ്സ് രണ്ടും ഈക്വൽ ആണ്, എഫ് ആണ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ പി സ്ക്വയറിന്റെ ക്യൂ സ്ക്വയറിന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കാം? എഫ് ഇട്ട് കൊടുക്കാം. റിസൾട്ടന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. മനസ്സിലായ? ചെയ്തവർക്ക് മനസ്സിലായാടാ? റിസൾട്ടന്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇതറിയാം. ഇനി പറഞ്ഞേക്കണ എന്താ? ടു ഈക്വൽ ഫോഴ്സസ്, രണ്ട് ഫോഴ്സും ഈക്വൽ ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു ഫോഴ്സ് എഫ് ആണെങ്കിൽ അടുത്ത ഫോഴ്സ് എഫ് ആണെന്ന് തന്നെ പറയണം. അതാണ് വാല്യൂ എഫ് തന്നേക്കുന്നത്. ഹാവ് എ റിസൾട്ടന്റ് ഓഫ് 1.5 എഫ്, റിസൾട്ടന്റ് 1.5. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ്, ആംഗിൾ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. റിസൾട്ടന്റിന്റെ ഇക്വേഷനിലേക്ക് പിയും ക്യൂവും ഉള്ള ഫോഴ്സ് എല്ലാം സെയിം ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കാം? എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ 2 into എഫ് എഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതി. ഇനി അപ്പൊ എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ എന്ന് പറഞ്ഞപ്പോ 2f സ്ക്വയർ പ്ലസ് എഫ് ഇൻറ്റു എഫ് എഫ് സ്ക്വയർ, അപ്പൊ 2f സ്ക്വയർ കോസ് തീറ്റ എന്ന് വന്നു. ഇനി നമുക്ക് ഈ റൂട്ട് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് എടുക്കാം. അത് നമ്മളിപ്പോ കോമൺ ആയിട്ട് 2f സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞ് എഴുതി. ഇനി നമുക്ക് റൂട്ട് കളയാൻ വേണ്ടി സ്ക്വയർ ചെയ്ത് രണ്ട് സൈഡ് സ്ക്വയർ. 1.5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 അല്ലേ? 15ന്റെ സ്ക്വയർ 225. അപ്പൊ 2.25 എഫ് സ്ക്വയർ ഈക്വൽ ടു 2f സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇനി നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ 2.25 എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2f സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. ഇത് രണ്ടും പോയി. ബാക്കിയുള്ള 2.25 by 2 എന്ന് പറയുമ്പോൾ 1.125 വരും. ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ. അപ്പൊ 1.125 മൈനസ് 1 ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. തീറ്റയുടെ വാല്യൂ കിട്ടിയാ പീറ്ററെ? എന്തോ ഏത്? കോസ് ഇൻവേഴ്സ്. അല്ലെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ പറയാൻ പറ്റുമോ തീറ്റയുടെ വാല്യൂ എത്രയാകുമ്പോഴാണ് 0.125 കിട്ടണേന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ക്രിസ്റ്റിന് മനസ്സിലായ? ഹോംവർക്ക് ചെയ്തല്ല അല്ലേ വന്നവര്? ലേറ്റ് ആയിട്ട് വന്നവര് പ്രതീക്ഷിച്ചു. ഓക്കെ, അടുത്തത് അടുത്തത് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, അപ്പൊ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു ബോഡി എടുത്ത് ചുമ്മാ എറിയണേ. അപ്പൊ അതിന് ആദ്യം എന്താണ്ടാവും? ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് മൂവ് ചെയ്യുന്ന എന്തിലായിരിക്കും? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു സ്റ്റോൺ എടുത്ത് എറിയാനാണ്. അപ്പൊ എറിയുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. പിന്നെ അത് പൊങ്ങിപ്പോയിട്ടാണ് താഴേക്ക് വന്ന് വീഴുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് എറിയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ദെൻ ഇറ്റ് മൂവ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലായിരിക്കും പോകുന്നത്, കാരണം പൊങ്ങിയിട്ടാണ് താഴേക്ക് വന്ന് വീഴുന്നത്. അപ്പൊ ഇറ്റ് മൂവ്സ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഇങ്ങനെയുള്ള മോഷനെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. ഓക്കെ, ഇതെന്ത് പാത്താണ് ഫോളോ ചെയ്യുന്നത്? ഒരു പാരാബോളിക് ആയിട്ടുള്ള ഒരു ഷേപ്പിലായിരിക്കും ഈ പ്രൊജക്ടൈൽ മോഷൻ പോകുന്നത്. പാരാബോളിക് ആയിട്ടുള്ള ഷേപ്പിൽ പോകുന്ന മോഷൻ ആണെങ്കിൽ ഐഡന്റിഫൈ ദ മോഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ ആയിരിക്കും. എഴുതിക്കോ. A body thrown with some initial velocity u and then allowed to
allowed to move under the influence of gravity alone. Under the influence of gravity alone is called projectile motion. നമ്മളവിടെ വരെ എഴുതി a body thrown with some initial velocity when it under the influence of gravity, it is called projectile motion. അവിടെ വരെ എഴുതി. Okay, the body follows a parabolic path. The body follows a parabolic path. ചിന്തിച്ചു നോക്കണം കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ഒരു സ്റ്റോൺ എടുത്ത് എറിയുമ്പോൾ ആദ്യം അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, പിന്നെ അത് മൂവ് ചെയ്യുന്ന എന്തിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കും? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലായിരിക്കും. അങ്ങനെയുള്ള മോഷന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. കിട്ടിയാ? ഇനി നമുക്ക് ഈ ഇനീഷ്യൽ വെലോസിറ്റി യുവിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യണത് ഞാൻ പഠിപ്പിച്ചായിരുന്നു, ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യണത് ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ആയിട്ട് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഒരു വെക്ടർ യു ഉണ്ട്, നമുക്കിപ്പോ ഒരു വെക്ടർ യു ഉണ്ടെന്ന് വിചാരിക്കും. ഇതിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ എന്നും കൊടുക്കാം, ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ. ഇനിയിപ്പോ വെക്ടർ ഇപ്പൊ യു എന്ന് ഞാൻ എടുത്തതേ ഉള്ളൂ. ഇപ്പൊ ഒരു വെക്ടർ എക്സ് ആണുള്ളതെന്ന് വിചാരിക്കും. ഒരു വെക്ടർ എക്സ് ഉണ്ട്, ആ എക്സിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ഒരു ഹൊറിസോണ്ടലും ഉണ്ടാവും, ഒരു വെർട്ടിക്കലും ഉണ്ടാവും. ഹൊറിസോണ്ടലി എക്സ് കോസ് തീറ്റ, എക്സ് സൈൻ തീറ്റ. മനസ്സിലായില്ല? അങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യുക. ജസ്റ്റ് ഒരു വെക്ടർ ഉണ്ട്, അതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു ഇനീഷ്യൽ വെലോസിറ്റി യു, വെക്ടർ യുവിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. യു സൈൻ തീറ്റ, യു കോസ് തീറ്റ. ഓക്കെ, ഇനി ശ്രദ്ധിക്കണേ, യു കോസ് തീറ്റയുടെ വാല്യൂ. അപ്പൊ നമ്മുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്? യു കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. ഫസ്റ്റ് പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്ടൈൽ മോഷൻ എങ്ങനെ അറിയാം വരക്കുന്നതെന്ന് നമുക്കറിയാം. ജസ്റ്റ് നമ്മൾ വരച്ചു വെച്ച് ആ ഒരു വെക്ടർ ഇനീഷ്യൽ വെലോസിറ്റി രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് യു കോസ് തീറ്റ, യു സൈൻ തീറ്റ. ഇനി യു കോസ് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വെക്ടറിനെ നമ്മൾ ഈ ഒരു പോയിന്റിൽ റിസോൾവ് ചെയ്യണം. ഈ ഒരു പോയിന്റിൽ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ഒരു കമ്പോണന്റ് ഉണ്ടാവും, ഇങ്ങോട്ട് ഒരു കമ്പോണന്റ് ഉണ്ടാവും. അപ്പൊ ഈ കമ്പോണന്റിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. യു കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്ടൈൽ മോഷനിൽ ഫുള്ള് ഇതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, റിമെയിൻ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അതിന്റെ വാല്യൂ പോകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു സൈൻ തീറ്റയുടെ വാല്യൂ ആണ്. യു സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഞാനിപ്പോ ഈ ഒരു പോയിന്റിലെ വെക്ടറിനെയാണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഞാനിപ്പോ റിസോൾവ് ചെയ്തേക്കണം. ഇനി ഇവിടെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, അതിനെ നമുക്ക് റിസോൾവ് ചെയ്താലും രണ്ട് കമ്പോണൻസ് ഇങ്ങനെ കിട്ടും. ഇവിടെ നമുക്ക് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതിനെ റിസോൾവ് ചെയ്താലും രണ്ട് കമ്പോണൻസ് കിട്ടും. ഒരെണ്ണം ഞാൻ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്ത് വരച്ചു എന്നേ ഉള്ളൂ. ഇനി യു കോസ് തീറ്റയുടെ വാല്യൂ എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞേ? യു കോസ് തീറ്റയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, വേറെ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, സെയിം ആയിട്ട് തന്നെ പോകും. പക്ഷേ യു സൈൻ തീറ്റയുടെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യു സൈൻ തീറ്റയുടെ വാല്യൂ ഈ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ യു സൈൻ തീറ്റയുടെ വാല്യൂ കൂടുതലായിരിക്കും. പിന്നെ നോക്കുമ്പോൾ കുറച്ചുകൂടി കുറയും, പിന്നെ നോക്കുമ്പോൾ കുറച്ചുകൂടി കുറയും,
കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഈ ഒരു പോയിന്റ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ഗ്രാവിറ്റി ഉണ്ടാവും. ആ ഗ്രാവിറ്റി ഇവിടെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് യു സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം എത്തുന്ന പോയിന്റിൽ എത്തുമ്പോൾ 0 ആയിരിക്കും. പക്ഷെ യു കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ കമ്പോണന്റ് പോകുന്നത്, അതിന് പ്രത്യേകിച്ച് എഫക്ട് ചെയ്യാൻ വേറൊന്നുമില്ല. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ ഒരു പോയിന്റിൽ കൂടുതലായിരിക്കും, പക്ഷെ ഇങ്ങനെ വന്ന് വന്ന് ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകും. പിന്നെ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും കൂടി കൂടി വരും. അതാണ് യു സൈൻ തീറ്റയുടെ കമ്പോണന്റ്. ഇത് നിങ്ങൾ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആകെ ഒരു പോയിന്റ് മാത്രം അറിഞ്ഞാൽ മതി. യു കോസ് തീറ്റ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ ആൻഡ് യു സൈൻ തീറ്റ ഈ ഒരു പോയിന്റിൽ എത്തി കഴിയുമ്പോൾ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 0, പിന്നെ തിരിച്ച് ഇവിടെ എത്തുമ്പോൾ എന്തായിക്കോളും? മാക്സിമം ആയിക്കോളും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാക്സിമം ആയിരുന്നു, ദെൻ ഇവിടെ എത്തിയപ്പോൾ അത് 0 ആയി, പിന്നെ തിരിച്ചത് എത്തിയപ്പോഴത്തേക്കും എഗെയിൻ മാക്സിമം ആയി. മനസ്സിലായ? നിങ്ങളുടെ പറഞ്ഞു തന്നെ ഒരു പ്രൊജക്ടൈൽ മോഷൻ ഉണ്ട്, അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യുവിനെ നമ്മൾ 2 കമ്പോണന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. യു കോസ് തീറ്റയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് പോകും. പക്ഷേ യു സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലെ, പൊക്കത്തേക്കല്ലേ നിൽക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വന്നാലും ഗ്രാവിറ്റി എഫക്ട് ചെയ്യും. അതുകൊണ്ട് അതിന്റെ വാല്യൂ നമ്മൾ ഓരോ പോയിന്റ് നോക്കുമ്പോഴും താഴേന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് വന്ന് ഈ പോയിന്റ് മാക്സിമം ഹൈറ്റ് എത്തുന്ന പോയിന്റിൽ 0 ആകും. ദെൻ അവിടെ നിന്ന് കൂടി 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 ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആയിട്ട് വരും. ഓക്കെ, ഇനി എഴുതിക്കോ. ദ ഇനീഷ്യൽ വെലോസിറ്റി ഇത് വരച്ചിട്ട് എഴുതിക്കോ. ഇതൊന്ന് വരച്ചു വെച്ചു, ഇത്രയൊന്ന് വരച്ചാൽ. ഇത് ജസ്റ്റ് കാണിക്കുകയൊന്നും വേണ്ട, അത് റിസോൾവ് ചെയ്യണമെന്ന് മാത്രം ഒന്ന് കാണിച്ചാൽ മതി. കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് അവിടെ 0 വരുന്നതെന്ന് മനസ്സിലാക്കണേ. മനസ്സിന് മനസ്സിലാവുന്നുണ്ടോ? ക്യാമറ ഓൺ ചെയ്തേ. നോട്ട് എഴുതി എടുത്തോട്ടെ. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാവേ. ഓക്കെ, വരച്ചാ എഴുതിക്കോ. ദ ഇനീഷ്യൽ വെലോസിറ്റി വരച്ചാ. The initial velocity vector u can be resolved into the initial velocity vector u can be resolved into 2 components. The initial velocity vector u can be resolved into 2 components. എഴുതിക്കോ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. The initial velocity vector u can be resolved into 2 components. Horizontal component u cos theta and vertical component is u sin theta. ഇനി അടുത്തത് യു കോസ് തീറ്റ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോ. യു കോസ് തീറ്റ remain constant throughout the motion. U cos theta remain constant throughout the motion. U sin എഴുതിയ അത്ര എഴുതിയ. U cos theta remain constant throughout the motion. U sin theta decreases as the body moves up. എഴുതിയ. It becomes 0 at maximum height. U sin theta decreases as the body moves up. U sin theta decreases as the body moves up.
It becomes 0 at maximum height. It becomes 0 at maximum height and increases during the second half of motion. Increases during the second half of motion. ഇത് എഴുതിയാടാ പോയാ എവിടെ എത്തി? Maximum height. It increases during the second half of motion. It increases during the second half of motion. ഓക്കെ, ഇവിടെ വരെ ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ എത്തുന്നു, ദെൻ ഇവിടെ നിന്ന് കണ്ട ഇവിടെ നിന്ന് 0 ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്തല്ലേ പോകുന്നത്. അപ്പൊ അതൊരു സെക്കൻഡ് ഹാഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ് ഒന്ന് വായിച്ചു നോക്കി, ഇപ്പൊ തന്നെ പഠിച്ചോട്ടാ. പ്രൊജക്ടൈൽ മോഷൻ എന്താന്ന് നോക്കുക. A body thrown with some initial velocity, then it moves under the influence of gravity. ഒരു ബോഡി നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിയിൽ എറിയുന്നു, പിന്നെ അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള മോഷന് നമ്മൾ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷന്റെ ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ യുവിനെ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ. പിന്നെ യു കോസ് തീറ്റ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. യു സൈൻ തീറ്റ. ഈ ചാപ്റ്റർ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഈ ചാപ്റ്റർ? ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ഇല്ല, അതാ ചോദിച്ചത്. എന്നാലും ഇഷ്ടമല്ല, പീറ്ററിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒന്നും. എന്തായാലും അടുത്തത് എടുക്കാം. എന്തായാലും പഠിക്കണം, എന്തായാലും എടുക്കണം, അതുകൊണ്ട് ഞാൻ എടുക്കുന്നു. ഓക്കെ, എന്താ അർജുൻ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ, വേഗം വായിച്ചു നോക്കിക്കുക. അതൊന്ന് പഠിച്ചു പോയിക്കേ, വേഗം തന്നെ വായിക്കുക. ആ പോയിന്റ് എല്ലാം കിട്ടണോട്ടോ, ഇപ്പൊ തന്നെ കിട്ടണോ പോയിന്റ് എല്ലാം. വീട്ടിൽ പോയിട്ട് അതിന് ടൈം എടുക്കരുത്, വേഗം ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഇപ്പൊ തന്നെ കിട്ടും, സിമ്പിൾ ആണ്. വീട്ടിൽ പോയിട്ട് ടൈം ഇല്ല, അതാ പറഞ്ഞ. വായിക്കി ഇപ്പൊ ഞാൻ ചോദിക്കും, വേഗം വായിക്കി. ഏതാടാ? യു സൈൻ തീറ്റ. അത് നോക്കിക്കേ, ഇവിടെ നിന്ന് കണ്ട ബോഡി മൂവ് പൊക്കത്തേക്ക് പോകുമ്പോ ഇതിന്റെ വാല്യൂ എങ്ങനെയാ പോകുന്നത്? കുറഞ്ഞല്ലേ പോകുന്നത്? നീ വരച്ചതിന്റെ മിസ്റ്റേക്കാ. ഇവിടെ ഇവിടെ നിന്ന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇവിടെ കണ്ട കുറഞ്ഞ് ഈ പോയിന്റ് എത്തുമ്പോ 0 ആയി പോകും. പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും കൂടി വരും. കുറഞ്ഞു പോണോണ്ടാണ് ഇവിടെ എത്തുമ്പോ 0 ആയി പോണത്. പഠിച്ചാ ടെസ്റ്റ് പറയാട്ടാ, 2 ചാപ്റ്റർ കൂടി ഇതുകൂടി കഴിഞ്ഞോട്ടെ, എന്നിട്ട് പറയാം. അല്ല, ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ നമ്മൾ ടെസ്റ്റ് ഇട്ടുള്ളൂ. 2 ചാപ്റ്ററും കൂടി പറയാം. സ്ട്രെയിറ്റ് ലൈൻ പ്ലെയിനും കൂടി കഴിയട്ടെ, എന്നാലും അടുത്ത ദിവസം കൂടെ തീരും ചാപ്റ്റർ. ഇതും കൂടി ചേർത്ത് എന്താ? 3 ഉണ്ടല്ലേ? കുഴപ്പമില്ലടാ, എഴുതാം. അമലിന് പ്രശ്നമില്ലല്ലോ? ഇല്ല. എന്താണ്? 4 ചാപ്റ്റർ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട്. ലോസ് ഓഫ് മോഷൻ അല്ലേ? എന്നാണ് ഡേറ്റ്? അടുത്ത 4 ചാപ്റ്ററാ? നോക്കാം നമുക്ക്. ബാക്കി എല്ലാവർക്കും ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞാ? ഇത് പ്ലെയിൻ ആണ്, അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഡെറിവേഷൻ ആണ് വരുന്നത്. തിയറി പഠിച്ചതിന്റെ ഡെറിവേഷൻ പറയാന്ന് വിചാരിച്ചായിരുന്നു. തിയറി കിട്ടിയില്ലേ? പ്രൊജക്ടൈൽ മോഷൻ എന്താന്ന് കിട്ടി. നമുക്ക് 3 കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇത് 3 നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ള. ഫസ്റ്റ് നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്യാം.
ഓക്കെ, ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ടേക്കൻ ബൈ ദ ബോഡി ടു കംപ്ലീറ്റ് പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ബോഡി എടുക്കുന്ന ടൈം, ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ടൈം ഓഫ് ഫ്ലൈറ്റ്, ടോട്ടൽ ടൈം ടേക്കൻ ബൈ ദ ബോഡി ടു കംപ്ലീറ്റ് പ്രൊജക്ടൈൽ. അപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ്, ഇത് ഫസ്റ്റ് ഹാഫ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുമ്പോഴത്തേക്കും യു സൈൻ തീറ്റ 0 ആയി പോയി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാഫ് T1 എന്നെടുത്ത്, സെക്കൻഡ് ഹാഫ് ഞാൻ T2 എന്നെടുത്ത്. ഓക്കെ, ടോട്ടൽ ടൈം T ഈക്വൽ ടു T1 പ്ലസ് T2. ഫസ്റ്റ് നമുക്ക് T1 കണ്ടുപിടിക്കാം. V is equal to U plus AT. ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. V equal to U plus AT. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ മാത്രം കൺസിഡർ ചെയ്യേ. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി മാത്രമല്ലേ ഉള്ളൂ അവിടെ. അപ്പൊ ഫൈനൽ വെലോസിറ്റി V equal to എന്താണ്? 0. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? U sin തീറ്റ. U sin തീറ്റ പ്ലസ്, ഇനി A എന്ന് പറയുമ്പോൾ ഇവിടുത്തെ A എന്തായിട്ട് മാറും? പൊക്കത്തേക്കാണ് ബോഡി പോകുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് ആക്സിലറേഷൻ ആയിട്ടാ വരുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി പോസിറ്റീവ് G ആയിരിക്കോ നെഗറ്റീവ് G ആയിരിക്കോ? ബോഡി മൂവ്സ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ജിയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ഓർ നെഗറ്റീവ്? നെഗറ്റീവ്. എങ്ങനെ? നെഗറ്റീവ് G ഇൻറ്റു T1. U സൈൻ തീറ്റ മൈനസ് G T1. T1 ഈക്വൽ ടു U സൈൻ തീറ്റ ബൈ G. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കൺസിഡർ ചെയ്യാം. അടുത്തതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ഫസ്റ്റ് ഹാഫ് ഇവിടെ നിന്ന് ഇവിടെ വരെ, സെക്കൻഡ് ഹാഫ് ഇവിടെ നിന്ന് ഇവിടെ വരെ. V ഈക്വൽ ടു U പ്ലസ് AT. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ എന്താ? വിയുടെ വാല്യൂ എന്താ? ഇവിടെ വിയുടെ വാല്യൂ 0 ആകുമെന്ന് ചിന്തിച്ചിട്ട് പറയണേ. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് U സൈൻ തീറ്റയുടെ വാല്യൂ ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോ മാക്സിമം ആയി. അപ്പൊ വിയുടെ വാല്യൂ എത്രയാണ്? U സൈൻ തീറ്റ. ഇനി യുവിന്റെ വാല്യൂ എത്രയാണ് ഈ പോയിന്റിൽ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 പ്ലസ് A എന്ന് പറയുന്നത് G ആയി. G പോസിറ്റീവ് ഓർ നെഗറ്റീവ്? പോസിറ്റീവ്. T2. U sin theta by G. Then total time T equal to time of flight നെ റെപ്രസെന്റ് ചെയ്യുന്നത് T വെച്ചാണ്, ക്യാപിറ്റൽ T. T equal to U sin theta by G plus U sin theta 2U sin theta by G. ബോക്സ് ചെയ്തോട്ടാ, പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. വേഗം എഴുതിക്കോ, മനസ്സിലാക്കി എഴുതണേ. അതിനൊക്കെ ഫസ്റ്റ് പറഞ്ഞുതരാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എഴുതിക്കോളൂ, അടുത്തതോട്ട് പറഞ്ഞുതരാം കേട്ടാ. നോക്കി എഴുതിക്കോ. ഏതാണ്? മൈനസ് G ആയതാ. ഇത് ബോഡി പൊക്കത്തേക്കല്ലേ നമ്മൾ അറിയുന്നത്. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് G ആവും. നമുക്ക് മറ്റേ ഇക്വേഷൻ ഇല്ലേ, S is equal to UT plus half AT square. ഇത് യൂസ് ചെയ്തും കണ്ടുപിടിക്കട്ടെ. ഇത് യൂസ് ചെയ്യുമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി ഇത് ചെയ്തു. ഇത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഏത്? ഹാഫ്. ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട. ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ, എസിന്റെ വാല്യൂ 0 ആക്കി കൊടുത്താൽ മതി. 0 ആക്കി കൊടുക്കുക. യുവിന്റെ വാല്യൂ U സൈൻ തീറ്റ T പ്ലസ് ഹാഫ് G. G എന്ന് പറയുമ്പോൾ നെഗറ്റീവ് G ആയിട്ട് എടുക്കുക.
ടി സ്ക്വയർ. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. കഴിഞ്ഞ മനസ്സിലായോടാ? മനസ്സിലായോ? അത് യൂസ് ചെയ്ത് ചെയ്യണതാ. അത് യൂസ് ചെയ്തിട്ട് ആൻസർ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇവിടെയും സെയിം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. പാർട്ടിക്കിള് ആ ഫിഗർ വരച്ചാടാ. ഇവിടെ നിന്ന് ഇപ്പൊ 0 to b, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വെർട്ടിക്കൽ മോഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ഹൊറിസോണ്ടൽ ഇല്ല. അപ്പൊ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടുണ്ടെങ്കിൽ യു ഇസ് ഈക്വൽ ടു യുവിന്റെ വാല്യൂ ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റ തന്നെയല്ലേ. അപ്പൊ യു സൈൻ തീറ്റ ടി പ്ലസ് ഹാഫ് ജിന്റെ വാല്യൂ നെഗറ്റീവ് ആവും. ബോഡി മൂവ്സ് അപ്പ് ആണ്, പൊക്കത്തേക്കാ പോകുന്നത്. അപ്പൊ നെഗറ്റീവ് ജി ടി സ്ക്വയർ. യു സൈൻ തീറ്റ, ഈ ടീയും കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബാക്കിയുള്ള യു സൈൻ തീറ്റ പ്ലസ് 1/2 ജി നെഗറ്റീവ് ജി ടി. ഓക്കെ, നമുക്ക് യു സൈൻ തീറ്റ മൈനസ് ഓഫ് 1/2 ജി ടി ഇസ് ഈക്വൽ ടു 0. ദെൻ ടി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ടി ആട്ടാ, ടി ഇസ് ഈക്വൽ ടു 2u. ഈ 2 ഇങ്ങോട്ട് പോകുന്നു. 2u സൈൻ തീറ്റ ബൈ ജി. എഴുതിയാ? ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എസിന്റെ വാല്യൂ, അതായത് നമ്മൾ വെർട്ടിക്കൽ മോഷൻ ആണ് കൺസിഡർ ചെയ്തത്. അപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് ഉണ്ടാവുന്നില്ല. അപ്പൊ എസിന്റെ വാല്യൂ 0 ആയി. ബാക്കിയുള്ളത് ഇത് യു സൈൻ തീറ്റ, ടി കറക്റ്റ് ആണ്. പിന്നെ ജി നെഗറ്റീവ് ജി ആകൂലടാ, ബോഡി മൂവ്സ് അപ്പ് അല്ലേ. അപ്പൊ നെഗറ്റീവ് ജി. ബാക്കി ഈ ടിയും ഒന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ളത് യു സൈൻ തീറ്റ മൈനസ് 1/2 ജി ടി സ്ക്വയർ. ഓ സോറി, ടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ല, ടി. അപ്പൊ ക്യാപിറ്റൽ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. കുറച്ചുകൂടി ഇപ്പൊ മാർക്ക് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ 1 മാർക്ക് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്താൽ മതി. പക്ഷെ ഒരു 2 മാർക്ക് ഒരു 3 മാർക്ക് ഒക്കെ കുറച്ചുകൂടി വിശദമായിട്ട് എഴുതാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഇത് തന്നെ എഴുതണം. ഓക്കെ, അടുത്ത എഴുതാം. എഴുതിയത് വേറെ എഴുതിക്കോ. മാക്സിമം ഹൈറ്റ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ്. ഇതാണ് മാക്സിമം ഹൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. ഇതാണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുന്ന മാക്സിമം ഹൈറ്റ്. ഇത്രേ ഉള്ളൂ. മാക്സിമം ഹൈറ്റ് ഡെഫിനേഷൻ ആയിട്ടൊന്നും എഴുതിയില്ലല്ലോ. ജസ്റ്റ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഹൈറ്റ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോഡി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടത്തെ ഈ ഡിസ്റ്റൻസ്, ഇതല്ലേ ഡിസ്റ്റൻസ് നമുക്ക് എസ് ഈക്വൽ ടു എച്ച് ആയിട്ട് എടുക്കാമല്ലോ. ഡിസ്റ്റൻസ് ആണ്, ഇതൊരു ഡിസ്റ്റൻസ് ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. സോ എസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം? എച്ച് എന്ന് എടുക്കാം. ഇനി ആക്സിലറേഷന്റെ വാല്യൂ എന്താണ്? എ ഈക്വൽ ടു മൈനസ് ജി തന്നെ. നമുക്ക് ഇവിടെ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഫൈനൽ വെലോസിറ്റി ഉണ്ടാവോ ഇവിടെ? ഇല്ല. ഫൈനൽ വെലോസിറ്റി 0 ഈക്വൽ ടു യു സ്ക്വയർ. കമ്പോണന്റ് ഏതാ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 എയുടെ വാല്യൂ മൈനസ് ജി ഇൻറ്റു ഹൈറ്റ് എച്ച്. എങ്ങനെ വരും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh ഈക്വൽ ടു 0. ദെൻ h ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഇതാണ് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ മാത്രം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ മാത്രം മതി. ഇവിടെ വേറെ ഒന്നുമില്ല. ആ ജസ്റ്റ് ഫിഗറും കൂടി ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഫിഗർ ഒന്ന് സെപ്പറേറ്റ് എടുത്ത് വരച്ച് കാണിച്ച് അതിൽ തന്നെ കാണിക്കല്ലേ. സെപ്പറേറ്റ് എടുത്തൊന്ന് ജസ്റ്റ് റഫ് ആയിട്ട് വരച്ച് ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വെർട്ടിക്കൽ ഹൈറ്റ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റില് അത് വേണമെങ്കിൽ എഴുതിക്കോ. മാക്സിമം ഹൈറ്റ്, ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഹൈറ്റ്. എഴുതിയിട്ട് വരച്ചോ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഹൈറ്റ്
of the highest point. It is the vertical height. എഴുതണമെങ്കിൽ എഴുതിയിട്ട് എഴുതിയാൽ മതി. It is a vertical height of the highest point. മതി, ഇത്ര എഴുതിയാൽ മതി. It is a vertical height of the highest point. മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു വെച്ചേക്ക് ഏതാ എടുത്തേക്കണേന്ന് ഹൈറ്റ് ആയിട്ടുള്ളത്. ആ ഫിഗറിൽ S ഈക്വൽ ടു H എന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ഡിസ്പ്ലേസ്മെന്റ് S ഈക്വൽ ടു ഡിസ്റ്റൻസ് S ഈക്വൽ ടു H ആയിട്ട് നമ്മൾ എടുത്തു. നെഗറ്റീവ് ജി. സോറി, എന്താണ് ഡെറിവേഷൻ വരും, എന്തായാലും വരും. റേഞ്ച് ഇതല്ല കൂടുതലും വന്ന് കണ്ടാൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ചോദിക്കാറുണ്ട്. ഒരെണ്ണം ചോദിക്കും ഏതെങ്കിലും. പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ വിവേക് എഴുതിയാ? ക്രിസ് എഴുതിയല്ല? നീ അത്ര എഴുതിയാ? എടാ ജ്യോതിഷ ബുക്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ടൈം ഓഫ് ഫ്ലൈറ്റ് അത് മാത്രമല്ല ഇല്ലാതെ ഉണ്ടായിരുന്നു. പ്രൊജക്ടൈൽ മോഷൻ തൊട്ട് പറഞ്ഞുതരാം. ഇതിൽ എഴുതി കഴിയട്ടെ. ഒരു പ്രോബ്ലം ചെയ്യിപ്പിച്ചേ. മനസ്സെഴുതിയാ? എഴുതിയാ? അടുത്തത് ഹൊറിസോണ്ടൽ റേഞ്ച്. ഞാൻ എഴുതി കഴിഞ്ഞ് നോക്കിയാൽ മതി. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഈ ഒരു റേഞ്ച്, ഇതാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ത്രൂ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, റേഞ്ച്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ പറഞ്ഞ? ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ടു ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഓർ ഡി ഈസ് ഈക്വൽ ടു ഡി ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന് എഴുതാമല്ലോ. ഓക്കെ, വി എന്താണ് ഇവിടുത്തെ? ഹൊറിസോണ്ടൽ റേഞ്ച് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി എന്താണ്? യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് ഉദ്ദേശിക്കുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ്. നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താ പഠിച്ച ഇക്വേഷൻ? 2u sin തീറ്റ ബൈ ജി. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ. യു സ്ക്വയർ 2 കോസ് തീറ്റ സൈൻ തീറ്റ ബൈ ജി എന്ന് എഴുതി. 2 കോസ് തീറ്റ സൈൻ തീറ്റ, അതിനെ നമ്മൾ എന്താ പറയാ? മാത്തമാറ്റിക്കൽ ഐഡന്റിറ്റി ആണ്. സൈൻ 2 തീറ്റ അത് എഴുതി വെച്ചോ. അതറിയില്ലാത്തവരെ എഴുതി വെച്ചോ. മാത്സ് എടുക്കാത്തവരെ എഴുതി വെച്ചോ. 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 2 തീറ്റ. ഈ ഐഡന്റിറ്റി ആണ് അവിടെ യൂസ് ചെയ്യണത്. കേട്ടിട്ടില്ലേ? മതിയാ? 10th പഠിച്ചിട്ടില്ലേ? ഈ ഐഡന്റിറ്റി പഠിച്ചിട്ടില്ലേ? പുതിയതായിട്ടാ പഠിക്കുന്നത്?
എന്നാ എഴുതി വെച്ചോ. 2 sin തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു sin 2 തീറ്റ. ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി യു ഇൻറ്റു യു സ്ക്വയർ, ബാക്കിയുള്ള 2 കോസ് തീറ്റ സൈൻ തീറ്റ ബൈ ജി. ഇനി നമുക്ക് 2 സൈൻ തീറ്റ കോസ് തീറ്റക്ക് വരെ എന്ത് കൊടുക്കാം? യു സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ ജി. ഇതാണ് നമ്മുടെ റേഞ്ചിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഒരു കേസ് കണ്ടുപിടിക്കേണ്ട, റേഞ്ച് മാക്സിമം ആവുന്ന എപ്പോഴാണ്? റേഞ്ച് മാക്സിമം ആവുന്നത്, അതായത് ആർ മാക്സ്, റേഞ്ച് മാക്സിമം ആവുന്നത് എപ്പോഴാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വെൻ സൈൻ 2 തീറ്റ ഈക്വൽ ടു 1, സൈൻ 2 തീറ്റ 1 ആവുന്ന സമയത്താണ് റേഞ്ച് മാക്സിമം ആവുന്നത്. അപ്പൊ സൈൻ 2 തീറ്റയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ആർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. ഇതാണ് റേഞ്ച് മാക്സിമം ആവുന്ന കേസ്. ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ സൈൻ 2 തീറ്റ ഈക്വൽ ടു 1, സൈൻ തീറ്റ ഈക്വൽ ടു 1 ആവുന്ന ഏത് സിറ്റുവേഷനിലാണ്? സൈൻ തീറ്റ ഈക്വൽ ടു 1 ഏത് ആംഗിളിലാണ് സൈൻ തീറ്റ 1 ആവുന്നത്? 90 അല്ലെ? അപ്പോ സൈൻ 90 ഈക്വൽ ടു 1, 2 തീറ്റ ഈക്വൽ ടു 1. അപ്പോ തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? 45. അത് ജസ്റ്റ് ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. റേഞ്ച് മാക്സിമം ആവുമ്പോഴുള്ള തീറ്റയുടെ വാല്യൂ എത്രയാണ്? എഴുതിക്കോ, വേഗം എഴുതിക്കോ. ഏതാടാ? ഒരു മിനിറ്റ് മതിയാ? ഏതാടാ? റേഞ്ച് ഒന്നുകൂടെ പറയാനാ? ഓക്കെ, ഫസ്റ്റ് തൊട്ട് പറയാനാണോ? അതെ, ഹൊറിസോണ്ടൽ റേഞ്ച്. ഹൊറിസോണ്ടൽ റേഞ്ച് എഴുതി തുടങ്ങി അല്ലേ? അത് ഡെഫിനേഷൻ ആയിട്ട് എഴുതിക്കോ. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് എഴുതിയിട്ട് പറയാം, നല്ലത്. എഴുതിക്കോ, ഞാൻ നോക്കിയെന്ന് പറയാം. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനിലെ ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു വാല്യൂ ആണ്, ഈ ഒരു ഡിസ്റ്റൻസിന്റെ വാല്യൂ ആണ് നമ്മൾ ആറായിട്ട് എടുക്കുന്നത്. 40 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് 40 മീറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ റേഞ്ചിന്റെ വാല്യൂ എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ആ റേഞ്ചിന്റെ വാല്യൂ കാണാൻ വേണ്ടി നമുക്ക് അത് പറഞ്ഞ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നാ പറഞ്ഞത്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. നമുക്ക് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നറിയാലോ. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന് എഴുതാലോ. ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പൊ വിയുടെ വാല്യൂ എത്രയാണ്? യു കോസ് തീറ്റ. യു കോസ് തീറ്റ അല്ലേ നമ്മൾ ഈ ഒരു പൊസിഷനിൽ എഴുതുന്നത്, ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. അത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തത്, 2u സൈൻ തീറ്റ ബൈ ജി. ഇനി നമുക്ക് യു ഇൻറ്റു യു സ്ക്വയർ, ഇനി ബാക്കിയുള്ള 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി. ഇത് നമ്മളിവിടെ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യണം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ. ഓക്കെ, നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി എപ്പോഴാണ് റേഞ്ച്? ഇതാണ് റേഞ്ചിന്റെ ഇക്വേഷൻ. ഇനി ആർ മാക്സിമം ആവുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ 2 തീറ്റയുടെ വാല്യൂ എപ്പോഴാണോ 1 ആവുന്നത് അപ്പോഴാണ് ഇത് മാക്സിമം ആവുന്നത്. സൈൻ 2 തീറ്റയുടെ വാല്യൂ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. അപ്പൊ ആർ മാക്സിമം ഈക്വൽ ടു എങ്ങനെ വരും? യു സ്ക്വയർ ബൈ ജി എന്ന് പറയും. ഇതിന്റെ വാല്യൂ 1 ആയി പോയില്ലേ? ഇനി ആ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് എപ്പോഴാണ്. സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ആവുന്ന 90 ഡിഗ്രി വരുമ്പോഴല്ലേ. അപ്പൊ സൈൻ 90 ഡിഗ്രി. അപ്പൊ 2 തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. മനസ്സിലായ? മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലായടാ? പറഞ്ഞു തന്നോ ഒന്നുകൂടി? ഫസ്റ്റ് തൊട്ട് പറഞ്ഞു. ഇത് എഴുതി വെച്ചോ. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ. Is the horizontal displacement of the particle through the point of projection. Through the point of projection. Nuda parana. Is the horizontal displacement of the particle. Is the horizontal displacement of the particle through the point of projection. Through. Okay, ഇനി പ്രോബ്ലം ചെയ്താലോ? പ്രോബ്ലം ചെയ്യാം.
ഓക്കെ, ആ 3 ഇക്വേഷൻ ഒരു പേജിലൊന്ന് എഴുതി വെച്ചേ. ഞാൻ നേരത്തെ പറഞ്ഞത് എഴുതി വെച്ചായിരുന്ന, എഴുതി കൊണ്ടുവന്നായിരുന്ന? ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു, എഴുതിയായിരുന്ന? ഇല്ല, നല്ല പിള്ളേര് ആരും എഴുതിയില്ലല്ലോ. ബാക്കി നീ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല, എല്ലാരും ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ആരും എഴുതിയില്ലല്ലോ. വേഗം എഴുതിക്കോ. ഒരു പേപ്പർ എടുക്കണ്ട, ജസ്റ്റ് അടുത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള പേജിൽ എഴുതി വെച്ചോട്ടാ. ഇത് 3 ഒരുമിച്ച് എഴുതിക്കേ. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഓക്കെ, എഴുതിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിനിമം വെലോസിറ്റി. എഴുതിക്കോട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ മിനിമം വെലോസിറ്റി. ഫൈൻഡ് ദ മിനിമം വെലോസിറ്റി with which a stone is projected. Find the minimum velocity with which a stone is projected. With which a stone is projected. With which a stone is projected in order to hit a target. In order to speed ആണ്. Yes. In order to hit a target 20 meter away. 20 meter away. 20 meter away. ജിന്റെ വാല്യൂ 9.8 ആയിട്ട് തന്നെ എടുക്കണേ. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 9 മീറ്റർ സെക്കൻഡ് സ്ക്വയർ. പറയാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിട്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്ത് എഴുതിക്കാ ആദ്യം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്താ ചെയ്യേണ്ടത്. എന്താണ് വിവേക്, ഭയങ്കര ഡൗട്ട്? Find the minimum velocity with which a stone is projected in order to hit a target 20 meter away. G equal to 9.8 meter per second square. ഇത്രേ തന്നിട്ടുള്ളൂ. അപ്പൊ 20 മീറ്റർ അതെന്തായിരിക്കും തന്നേക്കണത്? റേഞ്ച് ആയിരിക്കും തന്നേക്കണത്. ഞാൻ പറഞ്ഞില്ലേ റേഞ്ച്, ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും റേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര തന്നേക്കുന്നേ? 20 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് എന്താ? G equal to 9.8 meter per second square ആണ് തന്നിട്ടുണ്ട്. ആറും ജിയും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ഇനീഷ്യൽ വെലോസിറ്റി ആണ് അതായത് മിനിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള വെലോസിറ്റി, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാവും. നോക്കിക്കേ, ലാസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ. ആർ മാക്സ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി അല്ലേ? ഇതിന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി വെക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് നോക്കുക. ഇത് ഏറ്റവും സിമ്പിൾ ആണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കില്. ആറിന്റെ വാല്യൂ അറിയാം, ജിന്റെ വാല്യൂ അറിയാം. ബാക്കി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അപ്പൊ എങ്ങനെ എഴുതാം? യു സ്ക്വയർ ഈക്വൽ ടു ആർ ഇൻറ്റു ജി. ആർ എത്രയാണ്? 20 ഇൻറ്റു ജിന്റെ വാല്യൂ 9.8.
എത്ര വന്ന്? യു സ്ക്വയർ ഈക്വൽ ടു 196. യു ഈക്വൽ ടു റൂട്ട് ഓഫ് 196. 13 ആണോ 14 വരുമോ? 13 ആണോ 14 ആണോ ചെയ്ത് നോക്കിക്കേ. 14 അല്ലേ വരുള്ളൂ. കിട്ടുന്നുണ്ടാ? ഫസ്റ്റ് ക്ലാസ്സിലുള്ള ഇൻട്രസ്റ്റ് ഒന്നും കാണണില്ല മുഖത്ത്. ഞാൻ ലാഗാക്കണതാണ്. ടോപ്പിക്കിലാകാം. പെട്ടെന്ന് തീർക്കാം. കുറച്ചുകൂടി ഉള്ളു. കുറച്ചധികം നേരം നമുക്ക് തീർത്തിട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When a body is projected, എഴുതിക്കോ. When a body is projected, when a body is projected at an angle theta, സ്പീഡ് പറയാം അപ്പൊ ലാഗാവൂല. When a body is projected at an angle theta, the maximum vertical height attained is 1/4 of the horizontal range. Maximum vertical height attained is 1/4 of horizontal range. Find the value of theta. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ആരെങ്കിലും ചെയ്ത് നോക്കിക്കേ, കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ഞാൻ ബോർഡിൽ ചെയ്യാം. വേറെ ഒന്നുമില്ല, വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. സമയം തരാം. ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേ, when a body is projected at an angle theta, maximum vertical height എന്താ? h അല്ലേ? h is equal to 1/4 of horizontal range എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? റേഞ്ച് എന്നാ പറഞ്ഞേക്കുന്നത്. രണ്ടിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. എച്ചിന്റെ ഇക്വേഷൻ അറിയാം, ആറിന്റെ ഇക്വേഷൻ അറിയാം. സോൾവ് ചെയ്ത് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കും. വേറെ ഒന്നുമില്ല. സെയിം ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്തു. ഒന്നും തരേണ്ട ആവശ്യമില്ല. എച്ചിന്റെ ഇക്വേഷൻ അറിയാലോ, ആറിന്റെ ഇക്വേഷൻ അറിയാം. രണ്ടും കൂടി ഈക്വൽ ആക്കുക. സെയിം ടേംസ് ക്യാൻസൽ ചെയ്ത് കളയാ. എവിടെ നിൽക്കുന്ന അവിടെ ഞാൻ പറഞ്ഞുതരാം. ചെയ്ത് നോക്കട്ടാ. ആംഗിൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ട. എന്തായാലും തെറ്റിപ്പോയിട്ടുണ്ടാ? എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? when a body is projected at an angle theta, maximum vertical height h is equal to 1/4 of range എന്നല്ലേ പറഞ്ഞേക്കണം. ഇവിടെ ഒരു 1/4 വേണം. പിന്നെ ഹൈറ്റ് അല്ലേ, ഹൈറ്റിന്റെ ഇക്വേഷൻ അല്ലേ ഇത് എഴുതിയേക്കണം. ഇവിടെ ഒരു 2 മിസ് ആയിട്ടുണ്ടാന്ന് നോക്കി. എഴുതിയാ? കിട്ടിയാ? അല്ലല്ല, ഇതില്ലേ. ഹൈറ്റിന്റെ ഇക്വേഷൻ നോക്കിക്കേടാ. ഹൈറ്റിന്റെ ഇക്വേഷൻ ഇതല്ലേ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. 2 വരും ഇവിടെ. ആറാ ഉപയോഗിക്കേണ്ട. ആറ് മാക്സ് ആണെങ്കിൽ നമ്മൾ തീറ്റയുടെ വാല്യൂ തരും. തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് പറയും. അങ്ങനെയുള്ള കേസിൽ മാത്രം അത് യൂസ് ചെയ്യുക. ടാൻ ഒന്നും പോണ്ട. ടാനിലേക്കൊന്നും പോവില്ല, അല്ലാതെ തന്നെ കിട്ടും. ക്രിസിന് കിട്ടുന്നുണ്ടാ? ഇത് ക്യാൻസൽ ചെയ്യടാ. ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്തോളാം. യു സ്ക്വയർ പോകൂലേ? അല്ലല്ലോ, നോക്കട്ടെ ഒരു മിനിറ്റ്. ഇത് മാക്സിമം എടുക്കല്ലേ? സാധാരണ റേഞ്ചിന്റെ ഇക്വേഷൻ എടുത്തേ. മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്വസ്റ്റ്യന് മാക്സിമം തരും, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 45. 1/√2 അല്ലേ കിട്ടിയത്? ടാൻ വരെ പോയാ? അല്ലെങ്കിൽ തെറ്റി എങ്ങനെയോ കിട്ടി, പക്ഷെ കറക്റ്റ് ആണെന്ന് അറിയില്ല. ഇത്രക്കൊന്നും 45 എന്നേ ഒരു മിനിറ്റ് തന്നേടാ. സിമ്പിൾ ആയിട്ട് പിടിച്ചേ. തന്നെ പോയല്ല മോനെ. ഇതെന്താണ്? നയണം. ഹൈറ്റിന്റെ ഇക്വേഷൻ അല്ലേ?
നിന്റെ ബുക്ക് എടുത്താടാ? രണ്ടും ഒരുമിച്ച്. ആ ഇവന്റെ നോക്കിയാ നീ എഴുതിയ നോക്കിക്കേ. അപ്പൊ ഇവിടത്തെ ഒരു 2 പിന്നെ ആരിടും? നോക്ക് ഹൈറ്റിന്റെ 2 ഉണ്ട്. ഡിറൈവ് ചെയ്തത് എവിടെ? ഇവിടെ വന്നല്ലോ. അപ്പൊ ഇവിടെ എത്തിയപ്പോ എന്താ പോയത്? പോയി കിട്ടിയ വഴിയൊക്കെ തെറ്റാണ്. രണ്ടും ഒരുപോലെ എഴുതി വെച്ചേക്കണം. എന്തായാലും h is equal to 1/4 of range ആണ് അല്ലെ? u square sin square. എന്താ അതല്ല, ഇതിന്റെ തെറ്റാണ്. രണ്ടിന്റെയും വാല്യൂ. കോസ് അവിടെ പോയി. കണ്ടുപിടിച്ചാ മതി എങ്ങനെയായാലും. അതും ക്യാൻസൽ ആവും. റേഞ്ചിന്റെ ഇത് ഇക്വേഷൻ പറഞ്ഞേ. u square g പോയി. u square പോയി. sin square theta equal to sin 2 theta by 2 എന്ന് വന്നു. sin 2 theta നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. sin 2 theta നമുക്ക് എങ്ങനെ എഴുതാം? 2 ഞാൻ പറഞ്ഞു തന്നില്ലേ, 2 sin theta by cos theta. 2 കട്ടായി. sin square പോയി. ബാക്കിയുള്ള sin theta equal to sin thetaയുടെയും cos thetaയുടെയും വാല്യൂ സെയിം ആയിട്ട് തന്നെ എപ്പോഴാ? theta equal to 45. അതേ ഉള്ളൂ. എങ്ങനെയോ കിട്ടി. അയ്യോ അത്രക്കൊന്നും പോണ്ട മോനെ. കട്ട് ചെയ്ത് കളഞ്ഞോ? ജി ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞോ? ആ ഇല്ല, സ്റ്റെപ്പ് നോക്കും. തീറ്റ ഈക്വൽ ടു ജിയുടെ കറക്റ്റാ ചെയ്ത് വന്നേക്കുന്നത്. ഈ 2 അവിടെ പോയി മോളെ ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ചെയ്യാം. പീറ്ററിന് ചെയ്യാൻ പറ്റുമോ? കിട്ടിയാ? വാ ബുക്ക് എടുത്തോ. കറക്റ്റാണ്. 1/√2 വന്ന് ആൻസർ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യാന്ന് എനിക്ക്. h is equal to 1/4 r. ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? u square sin square theta by 2g equal to 1/4. റേഞ്ചിന്റെ ഇക്വേഷൻ u square g. u square പോയി. sin 2 തീറ്റക്ക് ഞാനൊരു ഐഡന്റിറ്റി പറഞ്ഞു തന്നായിരുന്നു. എന്ത് കോംപ്ലിക്കേറ്റഡ് ആണ്? സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ആംഗിളേ ഉള്ളൂ. അതേതാ? 45. അറിയില്ലാത്ത കുട്ടികൾക്ക് ഇവിടെ വരെ എത്താമല്ലോ. കഴിഞ്ഞ അടുത്ത ദിവസം തരാം. എന്താണ്? ആ ഏതാണ്? 2 ക്യാൻസൽ ചെയ്യാലോ. ഈക്വൽ ടു ഇപ്പുറത്തുള്ളതല്ലേ? ആൻസർ വന്നില്ലേ? 90. ഇവിടെയൊക്കെ 45 കിട്ടിയിട്ടുണ്ട്. ക്രിസിന് കിട്ടിയാ? അടുത്ത ദിവസം നിനക്ക് തരാട്ടാ. 45 ഡിഗ്രി കിട്ടിയാ മതി. സ്റ്റാൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെയല്ലേ നീ പോയിക്കോ. ആൻസർ കിട്ടിയാ മതി. മനസ്സിലായാടാ? ഇനി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാ മതി. അടുത്ത ദിവസം എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് എഴുതിയില്ലേ? എഴുതി കഴിഞ്ഞില്ലേ? മാനസിന് കിട്ടിയാ? ആൻസർ കിട്ടിയാ? എത്ര? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. എ ബുള്ളറ്റ് ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 30 degree
30 degree with horizontal hits the ground 4 kilometer. Hits the ground 4 kilometer. 4 kilometer എന്ന് പറയുമ്പോൾ മനസ്സിലായി ഇവിടെ എന്തിന്റെ വാല്യൂ തന്നേക്കുന്നത്? റേഞ്ച്. 4 kilometer away. Full stop. By adjusting its angle of projection, one can hope. One means 40%. One can hope to hit a target 5 kilometer away. ഒന്ന് നോക്കിയേ ചെയ്യാൻ പറ്റുമെന്ന്. A bullet fired at an angle 30 degree with horizontal hits the ground 4 kilometer away. By adjusting its angle of projection, one can hope to hit target 5 kilometer away. റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ തന്നേക്കുന്നത് എന്താണ്? ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തു, 30 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്ഷനിൽ വന്നത് ഫയർ ചെയ്തപ്പോൾ അത് 4 കിലോമീറ്റർ അവയിൽ പോയിട്ട് ഹിറ്റ് ചെയ്തു. 4 കിലോമീറ്റർ അവേ. ഇനി പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആംഗിളിന്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5 കിലോമീറ്ററിലേക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മളിപ്പോ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തന്നിരിക്കുന്ന എന്തൊക്കെയാന്ന് പറഞ്ഞേ. എന്തൊക്കെയാ തന്നിരിക്കുന്ന? റേഞ്ച് തന്നിട്ടുണ്ട്. 4 കിലോമീറ്റർ എന്ന് പറയുമ്പോ 4000 മീറ്റർ. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ആംഗിള് തന്നിട്ടുണ്ട്, 30 ഡിഗ്രി ആംഗിള് തന്നിട്ടുണ്ട്. ആംഗിള് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ റേഞ്ച് വന്നിരിക്കുന്നത്. 4 കിലോമീറ്റർ ആംഗിള് വന്നിരിക്കുന്നത് 30 ഡിഗ്രി. ഇനി ഇവര് പറഞ്ഞിരിക്കുന്ന ഇതേ ഇതിൽ വെച്ച് തന്നെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കിലോമീറ്ററിലേക്ക് ഹിറ്റ് ചെയ്യിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? യു കണ്ടുപിടിക്കണം അല്ലെ? യുവിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഒരാള് ചോദിക്കും, ചെയ്ത് നോക്ക്, ഞാൻ വരാം. എവിടെ വരെ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യണേ നോക്കാൻ വേണ്ടി ഒന്ന് ചെയ്തെത്താൻ പറ്റുമോ എന്ന് നോക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കറക്റ്റ്. അതില്ലേ ഇതിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് യു സ്ക്വയറിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. യു സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ നമുക്കൊരു വെലോസിറ്റി കിട്ടും. ആ വെലോസിറ്റി വെച്ചിട്ട് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കിലോമീറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാം. യു സ്ക്വയറിന്റെ ടേംസിലേക്ക് ഇക്വേഷൻ മാറ്റണം. റേഞ്ചിന്റെ ഇക്വേഷൻ യു സ്ക്വയറിന്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പൊ R × ഡിവൈഡഡ് ബൈ sin 2θ എന്ന് വരും. അപ്പൊ നമുക്ക് യുവിന്റെ വാല്യൂ കിട്ടും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കിലോമീറ്ററിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ചിന്തിക്കേണ്ടതായിരുന്നു. ടി വേണ്ട, 9.8 എടുത്തു. 9.8 പെർഫെക്റ്റ്, കറക്റ്റ്. 9.8 മൈനസ് അല്ല, പോസിറ്റീവ് 9.8. ആ യുവിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ.
2 into 30. ഇല്ല ഇല്ല, പൊക്കത്തേക്കല്ലല്ലോ പോകുന്നത്, ബുള്ളറ്റ് ഫയർ ചെയ്യണതല്ലേ. ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? ബൈ അഡ്ജസ്റ്റിംഗ്, ക്വസ്റ്റ്യൻ എന്താ? ബൈ അഡ്ജസ്റ്റിംഗ് ഇറ്റ്സ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ വൺ ക്യാൻ ഹോപ്പ് ടു ഹിറ്റ് ടാർഗറ്റ് 5 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ അവർ ആദ്യം ഫയർ ചെയ്തപ്പോൾ ഉള്ള വെലോസിറ്റി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ജസ്റ്റ് ആംഗിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫയർ ചെയ്യുമ്പോൾ അത് 5 കിലോമീറ്റർ എവേ പോയി വീഴോ എന്ന ക്വസ്റ്റ്യൻ. ബാക്കി എല്ലാം സെയിം ആണ്, റേഞ്ച് സെയിം ആണ്, വെലോസിറ്റി സെയിം ആണ്, എല്ലാം സെയിം ആണ്. ആംഗിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം, നേരത്തെ ഇവരിപ്പോ എടുത്തിരിക്കുന്ന 30 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് 45 എടുക്കണം. ഓക്കെ, അടുത്തൊരു റേഞ്ച് എന്ന് പറയുമ്പോൾ കുറച്ച് കൂട്ടി നമ്മൾ എടുത്തു കൊടുക്കുക. അപ്പൊ ആ റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. ഇത് സോൾവ് ചെയ്യേണ്ടത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഞാൻ കാണിക്കുന്നത്. ഇനി വെറുതെ സോൾവ് ചെയ്തിട്ട് കുറച്ചുകൂടി ഇതാവൂലേ. ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി. നമുക്ക് യു സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. യു സ്ക്വയറിന്റെ വാല്യൂ എത്ര കിട്ടിയേക്കണം? 4000 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ √3/2 ഇൻറ്റു ജി 9.8. ഇവിടുത്തെ ജി, മറ്റേത് യുവിലുള്ള ജി ആണ്. 2 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടാ. 2 പൊക്കത്തേക്ക് എടുത്തു. ആ എന്താണ്? √3/2 2 പൊക്കത്തേക്ക് എടുത്ത 8000/√3. കറക്റ്റാ, അത്രയും മതി. അവിടെ വെച്ച് അത്രയും ചെയ്താൽ മതി, കുഴപ്പമില്ല. ആംഗിൾ കണ്ടുപിടിക്കാനല്ല, ആംഗിൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ല. നമുക്ക് അടുത്തുള്ള ഒരു ആംഗിൾ ഇപ്പൊ 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ അഡ്ജസ്റ്റിംഗ് ദ ആംഗിൾ എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ 45 എടുത്തു കൊടുത്തപ്പോഴല്ലേ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വന്നത്. റേഞ്ച് രണ്ടും തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടതെന്നാണോ? അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എടുത്ത വാല്യൂ അതിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ടോ? 8000/√3 ചെയ്ത് വരുമ്പോ ഒരു 4 പോയിന്റ് സംതിങ്ങേ വരുള്ളൂ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവര് പറഞ്ഞ 5 കിലോമീറ്റർ എത്തുമോന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ 5 കിലോമീറ്റർ എത്തിയിട്ടില്ല, അത് ചെയ്ത് കാണിക്കാനാ പറഞ്ഞേക്കണേ. 5 കിലോമീറ്റർ വരെ ആയില്ലല്ല. ഇത് കണ്ട ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച്. എ ബുള്ളറ്റ് ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി ഹൊറിസോണ്ടൽ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് 4 കിലോമീറ്റർ. ഒരു ബുള്ളറ്റ് 30 ഡിഗ്രി ആംഗിളിൽ ഫയർ ചെയ്തപ്പോ അത് 4 കിലോമീറ്റർ പോയി വീണ്. ഇനി പറഞ്ഞേക്കുന്ന ബൈ അഡ്ജസ്റ്റിംഗ് ഇറ്റ്സ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ആംഗിൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 5 കിലോമീറ്ററിൽ പോയി വീഴുമെന്നാ ചോദിച്ചേക്കണത്. ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ അത് പോയി 5 കിലോമീറ്ററിൽ പോയി ഹിറ്റ് ചെയ്യുമെന്നാ ചോദിച്ചേക്കണം. അപ്പൊ ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താ പറഞ്ഞേക്കണ? റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്, തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി യുവിന്റെ വാല്യൂ കണ്ടുപിടിച്ച്. വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും അവർ പറഞ്ഞിട്ടില്ലല്ലോ. വെലോസിറ്റി സെയിം തന്നെ, റേഞ്ചും സെയിം തന്നെ, ബൈ അഡ്ജസ്റ്റിംഗ് ആംഗിൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇതിൽ നിന്ന് നമ്മൾ യുവിന്റെ വാല്യൂ കണ്ടുപിടിച്ച്. അപ്പോഴാണ് നമുക്ക് യുവിന്റെ വാല്യൂ കിട്ടിയത്. യു സ്ക്വയറിന്റെ വാല്യൂ കിട്ടിയത്. അത് നമ്മൾ കൊണ്ട് മാക്സിമം ആകുന്നത്, അതായത് മാക്സിമം അടുത്ത തീറ്റ വരുന്നത് 45 വരുന്നത്. 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 അതിൽ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തപ്പോ നമുക്ക് അങ്ങനെ കിട്ടി. ഇത് കുറച്ച് ചിന്തിച്ചു നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. മറ്റേ ക്വസ്റ്റ്യൻ ഒക്കെ മനസ്സിലായില്ലേ? ഇത് ക്വസ്റ്റ്യന് മനസ്സിലായ? കിട്ടിയാടാ അത്? ക്വസ്റ്റ്യന് കിട്ടിയാ? അമ്മൻ എന്താ വല്ലടത്ത് എത്തോ? നീ ചെയ്തോ നല്ലതാ, ചെയ്തു നോക്കോ. ടൈം ഉണ്ടല്ലോ. ഏതാടാ? ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് യു സ്ക്വയറിന്റെ വാല്യൂ ആണ് കിട്ടിയത്.
ഒരു ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്ത് 30 ഡിഗ്രി ആംഗിളിൽ ഫയർ ചെയ്ത് അത് 4 കിലോമീറ്റർ അവയെ പോയി ഹിറ്റ് ചെയ്ത്. ഇല്ല, അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ ഫയർ ചെയ്തപ്പോ അത് അവിടെ പോയി ഹിറ്റ് ചെയ്ത്. ഇനി അവർ ചോദിച്ചേക്കണം എന്താ, ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 5 കിലോമീറ്ററിൽ എത്തുവോ എന്നാ ചോദിച്ചേക്കണം. അപ്പൊ നമുക്ക് ആംഗിൾ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവുമല്ലോ, അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കണം. ഈ ആംഗിൾ ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വരുന്ന ആംഗിൾ എപ്പോഴും എന്താ 45 ആണ്. 45 ആവുമ്പോഴുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആർ മാക്സ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ സി. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, കഴിഞ്ഞ ഡിസ്കഷൻ കഴിഞ്ഞ. അടുത്തത് യൂണിഫോം സർക്കുലർ മോഷൻ. നീ എഴുതി കഴിഞ്ഞ? ഓക്കെ, ഇനി യൂണിഫോം സർക്കുലർ മോഷൻ. ഇതൊരു പുതിയ ടോപ്പിക് ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഇത്രയും നാള് നമ്മൾ മോഷൻ പഠിച്ചത് എങ്ങനെയാ, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് നമ്മൾ പഠിച്ചത്. അതിലുള്ള വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ ഇക്വേഷൻ ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിഫോം സർക്കുലർ മോഷൻ, ഒരു സർക്കുലർ പാത്തിലുള്ള മോഷൻ. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞായിരുന്നു, മോഷൻ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ഉണ്ട്, അതുപോലെ തന്നെ സർക്കുലർ പാത്തിലുള്ള മോഷനും വരും. സ്ട്രെയിറ്റ് ലൈൻ മോഷനെ പറ്റി നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചു കഴിഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, ആക്സിലറേഷൻ എന്താ, ഡിസ്പ്ലേസ്മെന്റ് എന്താ, എല്ലാം നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്ന യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ബോഡി സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണേ. അതിന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന വെലോസിറ്റി സെയിം തന്നെ ആയിരിക്കും. വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ 4 മീറ്റർ പെർ സെക്കൻഡിലാണ് ഒരു പാർട്ടിക്കിള് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെങ്കിൽ അത് എല്ലാ പോയിന്റിലും അതിന്റെ വെലോസിറ്റി എന്ത് തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ പോയിന്റിലെ ഡയറക്ഷൻ, നമ്മൾ ഡയറക്ഷൻ വരക്കണ എങ്ങനെ, ഒരു ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഗിവ്സ് ദ ഡയറക്ഷൻ എന്നാ പറയാം. ടാൻജന്റ് വരച്ചു കൊടുക്കും. അപ്പൊ ഇവിടത്തെ നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. പിന്നെ കുറച്ചുകൂടി മൂവ് ചെയ്ത് നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഡയറക്ഷൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങോട്ട് പോയി. ഇനി നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞ ഡയറക്ഷൻ എടുത്തപ്പോഴത്തേക്കും ഇങ്ങോട്ട് പോയി. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ വന്നു. അപ്പൊ ഇതെന്താ പറയുന്ന, വെലോസിറ്റിയുടെ വാല്യൂ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ബട്ട് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? വെലോസിറ്റിയുടെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ ആക്സിലറേറ്റഡ് മോഷൻ എന്നും പറയാറുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും. എന്താണ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്ന് പറയും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ എന്താന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡയറക്ഷൻ ചേഞ്ച് ആകുമ്പോൾ അവിടെ ഒരു വെലോസിറ്റി ഉണ്ടാവും, അത്രയും നോക്കിയാൽ മതി. അപ്പൊ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ എന്താ, പിന്നെ പാർട്ടിക്കൽ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. വെലോസിറ്റിയുടെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, ഓരോ പോയിന്റിലും ചേഞ്ച് ആവും. അപ്പൊ ഈ ഫിഗർ മനസ്സിൽ വന്നോട്ടോ. ഓരോ പോയിന്റ്, ഒരു പാർട്ടിക്കിൾ, ഇപ്പൊ ഒരു പാർട്ടിക്കിൾ പി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഈ പൊസിഷനിൽ എത്തിയപ്പോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ആയി. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും അതിന്റെ ഡയറക്ഷൻ വേറൊരു ഡയറക്ഷൻ ആയി. ഓക്കെ, ഇനി എഴുതിക്കോ, യൂണിഫോം സർക്കുലർ മോഷൻ. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ, the body moves in a circular path. In uniform circular motion, the body moves in a circular path with a constant velocity.
but the direction of velocity changes from point to point. So uniform circular motion is considered as an accelerated motion. Okay. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, why uniform circular motion is considered as an accelerated motion? എന്താണ് റീസൺ? എന്താ? 1 മാർക്ക് ക്വസ്റ്റ്യനാ. അല്ല, ആക്സിലറേറ്റഡ് മോഷൻ ആകും. അത് എന്തുകൊണ്ടാണ് ആക്സിലറേറ്റഡ് മോഷൻ ആവുന്നത്?